എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നത്. ഈ വീഡിയോ 2 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഈ വീഡിയോയുടെ കോൺടെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. പ്രായമായ 2 ആളുകൾ അവരുടെ പേരൻസിൻ്റെ ഫോട്ടോയിൽ ചെറിയൊരു ആനിമേഷൻ വരുത്തുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ആനിമേഷൻ വരുത്തി അതിനുള്ള അവരുടെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് 2 വർഷം മുന്നേ വന്ന ഒരു വീഡിയോ ആണ്. അന്നത്തെ AI ഡെവലപ്മെൻറ്റ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹെറിറ്റേജ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ടിക്ടോക്കിൽ വൈറലായ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് വെച്ചിട്ട് അന്ന് ചെയ്തതാണിത്. എന്നാൽ ഇനിയുള്ള 2 വർഷങ്ങൾ, അതായത് 2024 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഫിലിം വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന AI ടെക്നോളജികൾ വന്നേക്കാം. നമ്മുടെ ചുറ്റുപാടും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ചില ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി പേര് സംസാരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സാധാരണക്കാരന് നേരെ പോയി ഉപയോഗിച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേജിലല്ല പലതും. എന്നാൽ ഇനിയുള്ള ഒരു 2-3 വർഷം കൊണ്ട് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്പോൾ ChatGPT ഒക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ലെവലിലോട്ട് വരുന്ന കുറച്ച് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺവേ AIയുടെ മോഷൻ ബ്രഷാണ്. റൺവേ AI ഇപ്പം തന്നെ പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന AI ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓൺലൈൻ വീഡിയോ എഡിറ്ററാണ്. ഇതിനകത്ത് മോഷൻ ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി എന്തുകൊണ്ട് ഇത്ര ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇമേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ മോഷൻ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഇമേജ് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മോഷൻ അത് നോർമലായിട്ട് നാച്ചുറലായിട്ട് എന്താണോ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് വെച്ചിട്ട് അതൊരു വീഡിയോ ആയി മാറും. ഉദാഹരണത്തിന് ക്ലൗഡ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലൗഡ്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനോട് വളരെ സമാനമായിട്ടുള്ള രീതിയിൽ മോഡിഫൈഡ് ആയിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ കിട്ടും. ഒരാളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഇങ്ങനെയുള്ള നല്ല ടൂളുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ പരിധികളില്ലാത്ത രീതിയിൽ ക്രിയേറ്റീവ് വർക്ക്സ്, മോഷൻ പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മോഷൻ ബ്രഷ് വന്ന് എല്ലാവരും എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴേക്കുമാണ് സ്റ്റെബിലിറ്റി AI, സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ കൊണ്ടുവരുന്നത്. സ്റ്റെബിലിറ്റി AI എന്ന് പറഞ്ഞാൽ AI ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്റ്റേബിൾ ഡിഫ്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഡാലിയും ഒക്കെ വെച്ചിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്ത് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, ആ ഒരു ടെക്നോളജിയൊക്കെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ നിന്ന് ആ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ നയിച്ചൊരു കമ്പനികളിൽ ഒന്നാണ് ഈ സ്റ്റെബിലിറ്റി AI. ഇവരുടെ സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷനും നേരത്തെ ഞാൻ സംസാരിച്ച ആ ഒരു രീതിയിൽ തന്നെ ഒരു ഇമേജ് കൊടുത്തിട്ട് അതിനെ വീഡിയോ ആക്കി മാറ്റുന്നത് തന്നെയാണ് സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ്റെ ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലോങ് ടേമിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ChatGPTയിൽ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ടെക്നോളജി ഇപ്പോൾ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കുറച്ച് ബാക്കിൻ്റെ പരിപാടികളൊക്കെ അറിയണം. അതുപോലെ തന്നെ ഇച്ചിരി കോംപ്ലക്സ് ആണ്. പക്ഷേ ഈ തുടക്ക സ്റ്റേജിൽ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിസിങ് ആണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു 2-3 വർഷത്തിനുള്ളിൽ എന്താവും ഈ ടെക്നോളജി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷകൾക്കപ്പുറം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് നിന്നപ്പോഴാണ് പിക്ക ലാബ്സ് അവരുടെ പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്യുന്നത്, പിക്ക 1.0. ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏറെക്കുറെ പിക്ചർ വളരെ ക്ലിയറായി. പിക്ക 1.0 എന്ന് പറയുന്നത് ChatGPT ഫോർ വീഡിയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ChatGPTയിൽ ജനറേറ്റ് എ ലെറ്റർ ടു മൈ ബോസ് എന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ വിഷയം കൂടെ പറയുകയാണെങ്കിൽ ഒരു ലെറ്റർ കിട്ടുന്നത് പോലെ പിക്ക 1.0ൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിനിമാറ്റിക് ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണോ എനിക്ക് ഹാൻഡ്സ് ഓൺ കിട്ടുന്നത് അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ ഡെമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള ടെക്സ്റ്റ് ടു വീഡിയോ AI ജനറേറ്റേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും പിക്ക 1.0. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനറേറ്റേഴ്സ് എല്ലാം ഏതാനും കുറച്ച് സെക്കൻഡുകളിൽ ലിമിറ്റഡ് മോഷൻ വെക്കുമ്പോൾ ഇവിടെ പിക്ക ലാബ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ സീക്വൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഇവർ മൾട്ടി ക്യാൻവാസ് ഫീച്ചർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പോർട്രേറ്റ് വീഡിയോ വേണോ, വീഡിയോ എടുക്കാം. ലാൻഡ്സ്കേപ്പിൽ വേണോ, സിനിമാറ്റിക് ഫോമാറ്റിൽ വേണോ, അതിന് പറ്റിയ ക്യാൻവാസിലുള്ള വിഷ്വൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും കേവലം ചില പ്രോംപ്റ്റുകളിൽ നിന്ന്. ഇനി ഒരു വീഡിയോയുടെ ചില എലമെൻറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് AI ബേസ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിലോ അതും പിക്ക 1.0ൽ നടക്കും. ഇത് 1.0യുടെ എബിലിറ്റീസാണ്. വാട്ട് അബൌട്ട് 3.0, 4.0? ഇനി മുന്നോട്ട് പോകും തോറും ഈ ജനറേറ്റേഴ്സിൻ്റെ ഒക്കെ കേപ്പബിലിറ്റി ഒന്നും കൂടെ കൂടാനാണ് പോകുന്നത്.
എന്തായാലും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ടെക്നോളജീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ലത്. ഇത് കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുക. ഇങ്ങനെയുള്ള ചില സംഗതികൾ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക. നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫെർദർ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.